വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ആൽമണ്ട് പുഡിംഗ് നോക്കാം. രാത്രി കുതിർക്കാൻ വെച്ചിരുന്ന ബദാം തൊലിയോടെയാണ് എടുത്തിരിക്കുന്നത്. മിക്സിയിൽ അതിലോട്ട് 2.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് ഏകദേശം ഒരു 3/4 കപ്പ് ബദാമുണ്ട്. അതിലോട്ട് 2.5 കപ്പ് വെള്ളം ഒഴിക്കുക. വലിയ മിക്സി ആണെങ്കിൽ ഒന്നിച്ചായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ എനിക്കിത് അളവ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. മിക്സി ചെറുതായതുകൊണ്ട് ഞാൻ 2 തവണയായിട്ടാണ് ഇത് അരച്ചെടുത്തത്. അപ്പം നമ്മൾ ഈ അരച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ശരിക്കും ബദാം മിൽക്ക് എന്ന് പറയും, ആൽമണ്ട് മിൽക്ക്. ഇനി ഇത് നമുക്ക് അരച്ചെടുത്ത ആ ബദാം മിൽക്കിൽ നിന്ന് ബാക്കിയുള്ള തൊത്ത് പോലത്തെ സംഭവം നമ്മൾ മാറ്റുവാണ്. അതായത് നമുക്ക് ശരിക്കും ഒരു നല്ല തുണി ഉണ്ടെങ്കിൽ അതിൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. എനിക്ക് പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് തുണിയൊന്നും ഉണ്ടായിരുന്നില്ല അവൈലബിൾ ആയിട്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു അരിപ്പയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കണ്ടത്. നല്ലൊരു തുണിയിൽ വച്ചിട്ട് നമുക്കത് പിഴിഞ്ഞ് നല്ല രീതിയിൽ ആ പാലെടുക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കോൺ പൗഡർ എടുക്കണം. ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തത്. ഒരു 4-4.5 സ്പൂൺ ഞാൻ എടുത്തായിരുന്നു കോൺഫ്ലോർ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ അരച്ച് എടുത്ത് വച്ചേക്കുന്ന ആ ഒരു ബദാം മിൽക്ക് ഉണ്ടല്ലോ, അത് ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു പാനിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ബദാം മിൽക്ക് എടുത്തു. അത് ചെറുതായി ചൂടാവുമ്പോഴേക്കും അതിലോട്ട് ആവശ്യമുള്ള ഷുഗർ ആഡ് ചെയ്യുക. ഞാൻ ഒരു 2.5 ടീസ്പൂണാണ് ഷുഗർ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലെനിക്ക് ഇടയ്ക്ക് മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ കുറച്ചും കൂടെ ചേർത്തായിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. തീ പതിയെ കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കോൺഫ്ലോറിൽ കുറച്ച് പാല് ചേർത്ത് വച്ചിരുന്നല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ച് പതിയെ ഇളക്കിയെടുക്കണം. ആ കോൺഫ്ലോർ ചേർത്ത പാല് ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് കുറുകും. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിന്നിട്ട് അത് പതിയെ ഒഴിക്കണം. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പുഡിംഗ് കുറുകി വരും. ഇത് ചൂടോടെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെറിയ പാത്രത്തിലോട്ട് മാറ്റണം. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന 2 ചെറിയ പാത്രത്തിലോട്ടാണ് ഞാനത് മാറ്റാൻ പോകുന്നത്. ഇനി സാധാ സ്റ്റീൽ പാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിലോട്ട് എണ്ണ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായി പുരട്ടി എടുത്തിട്ട് നിങ്ങൾക്ക് അതിലോട്ട് ഒഴിച്ച് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ മോൾഡ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ നമുക്ക് പുഡിംഗ് കിട്ടും. അപ്പോൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന 2 ചെറിയ പാത്രത്തിലോട്ട് ഞാനത് മാറ്റിയിട്ട് എന്നിട്ട് ചൂട് ആയതിനു ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഫ്രിഡ്ജിൽ ഒരു 1.5-2 മണിക്കൂർ വച്ചതിന് ശേഷം എടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്.
ഇങ്ങനെയാണ് എനിക്ക് ഈ പുഡിംഗ് കിട്ടിയത്. ഇത്ര സോഫ്റ്റ് ആയിരുന്നേ.